കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ INC രൂപീകരണത്തെക്കുറിച്ചും ആദ്യത്തെ 4 സമ്മേളനങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത്. ആദ്യത്തെ 4 സമ്മേളനങ്ങളിലെ പ്രസിഡന്റുമാരെയും ആ സമ്മേളനങ്ങൾ നടന്ന സ്ഥലത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 4 സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ് എന്നിങ്ങനെയായിരുന്നു. ഈ 4 സമ്മേളനങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ്. ബോംബെയിൽ നടന്ന ആദ്യത്തെ INC സെഷനിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. ബോംബെയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. INCയുടെ 2ാം സമ്മേളനം നടക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ നടന്ന ഈ സമ്മേളനത്തിൽ പ്രസിഡൻ്റായിരുന്നു ദാദാഭായ് നവറോജി. 2ാമത്തെ INC സമ്മേളനത്തിൽ പ്രസിഡൻ്റായിരുന്നു ദാദാഭായ് നവറോജി. 3ാമത്തെ INCയുടെ സമ്മേളനം നടക്കുന്നത് മദ്രാസിലാണ്. 3ാമത്തെ INC സമ്മേളനം നടക്കുന്നത് മദ്രാസിലാണ്. ഈ മദ്രാസിൽ നടന്ന സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു ആ INC സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ്. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. 3ാമത്തെ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റാകുന്നത്. INCയുടെ 4ാമത്തെ സമ്മേളനം നടക്കുന്നത് അലഹബാദിലാണ്. INCയുടെ 4ാമത്തെ സമ്മേളനം അലഹബാദിലാണ്. എന്താണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത? വിദേശീയനായ ആദ്യ പ്രസിഡന്റ് ജോർജ് യൂൾ. 4ാമത്തെ INC സമ്മേളനത്തിലാണ് വിദേശീയനായ ആദ്യ പ്രസിഡന്റ് ഉണ്ടാകുന്നത്. ആരാണ് ആ വിദേശീയനായ പ്രസിഡന്റ്? ജോർജ് യൂൾ. അപ്പോൾ ആദ്യത്തെ 4 സമ്മേളനങ്ങളുടെ പ്രത്യേകതകൾ: 1ാമത്തെ സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ. ആ 1ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. 3ാമത്തെ സമ്മേളനത്തിൽ പ്രസിഡൻ്റായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. INCയുടെ 4ാം സമ്മേളനത്തിൻ്റെ പ്രത്യേകത: ഒരു വിദേശീയൻ പ്രസിഡൻ്റാകുന്നു. ആ പ്രസിഡൻ്റ് പേര് ജോർജ് യൂൾ. ആദ്യത്തെ വിദേശീയനായ INC പ്രസിഡൻ്റായിരുന്നു ജോർജ് യൂൾ. ആദ്യത്തെ 4 സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 4 സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എളുപ്പം ഓർക്കാൻ കഴിയും. ആദ്യത്തെ 4 സമ്മേളനങ്ങൾ നടക്കുന്നത് ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. എന്നാൽ പിന്നീടുള്ള 4 സമ്മേളനങ്ങൾ നടക്കുന്നത് ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്. ആദ്യത്തെ 4 സമ്മേളനങ്ങൾ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. എന്നാൽ പിന്നീടുള്ള 4 സമ്മേളനങ്ങൾ ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്. അപ്പോൾ ഈ 4 സമ്മേളനങ്ങളിലെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ് 1889. ഈ 1889 ബോംബെയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വില്യം വെഡ്ഡർബേൺ ആണ് INCയുടെ പ്രസിഡൻ്റ് ആകുന്നത്. വില്യം വെഡ്ഡർബേൺ ആണ് 1889 ബോംബെയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പ്രസിഡൻ്റ് ആകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത 2ാമത്തെ വിദേശീയനായ പ്രസിഡന്റ്. INCയുടെ 2ാമത്തെ വിദേശീയനായ പ്രസിഡൻ്റായിരുന്നു വില്യം വെഡ്ഡർബേൺ. അപ്പോൾ 1889 വില്യം വെഡ്ഡർബേൺ പ്രസിഡൻ്റ് ആകുന്നത്, 2ാമത്തെ വിദേശീയനായ പ്രസിഡന്റ്. തൊട്ടടുത്ത സമ്മേളനം 1890 നടക്കുന്നത്. 1890 കൽക്കട്ടയിൽ വച്ചാണ് സമ്മേളനം നടക്കുന്നത്. അതിൽ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. അപ്പോൾ 1890 കൽക്കട്ടയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലെ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 1889 INC പ്രസിഡന്റ് വില്യം വെഡ്ഡർബേൺ. വിദേശീയനായ 2ാമത്തെ പ്രസിഡന്റ്. വിദേശീയനായ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ജോർജ് യൂൾ. വിദേശീയനായ 2ാമത്തെ പ്രസിഡന്റ് വില്യം വെഡ്ഡർബേൺ. പിന്നീട് നടക്കുന്ന സമ്മേളനം 1890 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. തൊട്ടടുത്ത വർഷം 1891. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4 സമ്മേളനങ്ങൾ ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്. അപ്പോൾ 1891 നാഗ്പൂരിലാണ് INC സമ്മേളനം നടക്കുന്നത്. ഈ നാഗ്പൂരിൽ നടന്ന INC സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ സൗത്ത് ഇന്ത്യനായ INC പ്രസിഡന്റ് P. ആനന്ദ ചാർലു. ആദ്യത്തെ സൗത്ത് ഇന്ത്യനായ INC പ്രസിഡന്റ് P. ആനന്ദ ചാർലു. പേര് ഓർത്തു വെച്ചേക്കുക. 1891 നാഗ്പൂരിൽ വെച്ചാണ് INC സമ്മേളനം നടക്കുന്നത്. പ്രസിഡന്റ് ആദ്യ സൗത്ത് ഇന്ത്യൻ P. ആനന്ദ ചാർലു. 1892 പ്രത്യേകത എന്താണ്? അലഹബാദിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. 1892 അലഹബാദിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത WC ബാനർജി 2ാമതായി INC പ്രസിഡൻ്റ് ആകുന്നത് 1892 അലഹബാദ് സെഷനിലാണ്. എന്താണ് പ്രത്യേകത? 1892 അലഹബാദിൽ വെച്ചാണ് INC സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് WC ബാനർജി. ആദ്യത്തെ INC പ്രസിഡൻ്റായിരുന്നു WC ബാനർജി. അദ്ദേഹം 2ാമതായി INC പ്രസിഡൻ്റ് ആകുന്നത് 1892 അലഹബാദ് സെഷനിലാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, റിവൈസ് ചെയ്യാം.
ഈ 4 സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്. 89, 90, 91, 92. 89ൻ്റെ പ്രത്യേകത വില്യം വെഡർബേൺ ആണ് INC പ്രസിഡൻ്റാകുന്നത്, രണ്ടാമത്തെ വിദേശീയനായ പ്രസിഡന്റ്. 1890ൻ്റെ പ്രത്യേകത ഫിറോസ് ഷാ മേത്ത INC പ്രസിഡൻ്റാകുന്നു. കൽക്കട്ടയിൽ വെച്ചാണ് ആ സമ്മേളനം നടക്കുന്നത്. 1891ൻ്റെ പ്രത്യേകത ആദ്യത്തെ സൗത്ത് ഇന്ത്യനായ INC പ്രസിഡന്റ് P. ആനന്ദ ചാർലു, ആദ്യത്തെ സൗത്ത് ഇന്ത്യനായ INC പ്രസിഡന്റ്. എന്താണ് 1892ൻ്റെ പ്രത്യേകത? WC ബാനർജി രണ്ടാമതായി INC പ്രസിഡൻ്റാകുന്നു. അപ്പോൾ ആദ്യത്തെ 8 സമ്മേളനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 4 സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങൾ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. പിന്നീടുള്ള 4 സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്. അപ്പോൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ എളുപ്പം ഓർക്കാൻ കഴിയും. ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്, ബോംബെ, കൽക്കട്ട, നാഗ്പൂർ, അലഹബാദ്.